ബിഗ് ബോസ് വൈൽഡ് കാർഡുകൾക്ക് കൊടുത്ത ആ ഒരു ടാസ്കിന്റെ അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. പൂജ കൃഷ്ണ മുന്നോട്ട് വന്നതെന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അഭിഷേകിനെ പോലെ തന്നെ പരദൂഷണ കമ്മിറ്റി പൊളിച്ചടിക്കുക കേട്ടോ നമ്മുടെ പൂജ. അൻസിബയുമായിട്ട് ട്രസ്റ്റ് ഇഷ്യൂസ് എനിക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പൂജ പറയുന്നുണ്ട് വളരെ സ്ട്രെയിറ്റ് ആയിട്ട്. ഋഷിയെ പെട്ടെന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ശ്രീതു കേറി വരാനുണ്ട് എന്നും പറയുന്നു. ശരണ്യ ഇംപ്രൂവ് ചെയ്തു, പക്ഷെ കുറെ കൂടി ഇംപ്രൂവ് ചെയ്യണമെന്ന് പൂജ പറഞ്ഞു. രശ്മി വന്നപ്പോ ഒരു കോമണർ ആയിരുന്നു, ഇപ്പൊ ഒരു കോമണർ അല്ല. വേസ്റ്റ് എറിഞ്ഞതിനെയൊക്കെ വിമർശിച്ച് പൂജ സംസാരിക്കുന്നുണ്ട്, അത് പൊളിച്ചു. പിന്നെ ലാലേട്ടൻ പോലും ചോദിക്കാത്തൊരു കാര്യമാണ് പൂജ എടുത്തിട്ടത്. അപ്സര ആവറേജ് ആണ് എന്ന രീതിയിലും പൂജ സംസാരിക്കുന്നുണ്ട്, കൊള്ളാം. നോറ ഒരു ക്രൈ ബേബി ആണ് എന്ന് പറയുന്നുണ്ട് പൂജ, അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. ജിൻഡോയെ കള്ളൻ എന്ന് വിളിക്കുന്നുണ്ട്, അത് മോശമായി തോന്നി പേഴ്സണലി. കാരണം ജിൻഡോ പൂജയുടെ ഒന്നും കട്ടെടുത്തിട്ടില്ല, ഇന്ന് അവിടെ കയറിയതേ ഉള്ളൂ പൂജ. അങ്ങനെയൊന്നും ഒരാളെ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമായിരുന്നു, അത് മാത്രമേ ഞാൻ വിയോജിക്കുന്നതായിട്ടൊരു പോയിന്റ് ഉള്ളൂ. പിന്നെ ശ്രീരേഖ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. ഇതിന് മാത്രം എന്താണോ അവരവിടെ ചെയ്തത്, ഒത്തിരി പൊട്ടൻഷ്യൽ ഉണ്ട് എന്നും പറയുന്നു. പിന്നെ ഗബ്രി നല്ല ഡിപ്പെൻഡന്റ് ആണ് എന്ന് പറയുന്നുണ്ട് ജാസ്മിനില്. അതേപോലെ തന്നെ ജബ്രി കോംബോയെ കുറിച്ച് പറയുന്നത് സീരിയസ് ആയിട്ട് എടുത്ത് തിരിച്ചറിഞ്ഞ് കളിക്കണമെന്ന് പൂജ പറയുന്നുണ്ട്. പൂജ കൊള്ളാം. ഇപ്പൊ അവിടെയുള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് പൂജ. പിന്നെ ജിൻഡോയ്ക്കെതിരെയുള്ള ഒരു ഒഫൻസ് നോക്കിയും കണ്ടും വേണം എന്നൊരു അഭിപ്രായം ഉണ്ട് എനിക്ക്. നോക്കിയും കണ്ടും കളിച്ചില്ലെങ്കിൽ പണി പാളാൻ ചാൻസ് ഉണ്ട്. കാരണം ജിൻഡോ മറ്റേ അന്യനങ്ങ് കളിച്ച് കളയും, അതോടെ പൂജ നെഗറ്റീവ് ആവും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് പൂജ നോക്കിയും കണ്ടും ജിൻഡോയ്ക്കെതിരെ കളിച്ചാൽ കൊള്ളാം.